ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ശരീരത്തിന് വളരെയധികം പോഷക ഗുണം കിട്ടുന്നതും നല്ല ടേസ്റ്റുള്ളതുമായ ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം, ബെങ്ങൻ ബെർത്ത. ഇനി നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ വലിയ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി. ഇത്രയും സാധനം ഞാൻ അതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പിച്ചാത്തി കൊണ്ട് ദാണ്ട ഈ വഴുതനങ്ങ 2-3 ഭാഗത്തായിട്ട് ഒന്ന് കീറണം. അത് ഞാൻ കീറി കാണിക്കാം. എന്നിട്ട് നമ്മൾ ഈ വെളുത്തുള്ളി അതിനകത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആ വഴുതനങ്ങ 2-3 ഭാഗത്ത് കീറി ആ വെളുത്തുള്ളി അതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ നമ്മൾ കീറി അതിലേക്ക് ആ വെളുത്തുള്ളി വെച്ച് കൊടുക്കണം. ഗ്യാസ് കത്തിച്ച് അതിലേക്ക് നമുക്ക് ഈ വഴുതനങ്ങ വെച്ച് നമുക്കൊന്ന് ചുട്ടെടുക്കണം. വഴുതനങ്ങ നമ്മൾ കീറി വെച്ച് ചുടുന്നത് കൊണ്ട് അതിനകം എല്ലാം നല്ലതുപോലെ എളുപ്പം വെന്ത് കിട്ടും. നന്നായിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചും വെച്ച് നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. നമ്മൾ ചുടുന്ന സമയത്ത് ഈ വെളുത്തുള്ളി അങ്ങ് അകത്തോട്ട് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ആ വെളുത്തുള്ളി അങ്ങ് കരിഞ്ഞു പോകും. നന്നായിട്ട് ഇത് ചുട്ടെടുക്കണം. ഞാൻ 2 ഗ്യാസിലായിട്ട് 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ അവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഗ്യാസിൽ നിന്ന് പുറത്തെടുക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ആ തക്കാളിക്കായും അതിൽ തന്നെ വെച്ച് നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കണം. വഴുതനങ്ങായും വെളുത്തുള്ളിയും വെന്തതിൻ്റെ ഒരു കൊതി വരുന്ന മണം ഇപ്പോൾ തന്നെ നമുക്ക് അത് കിട്ടുന്നുണ്ട്. ഈ പച്ചമുളകും അതുപോലെ അതിൻ്റെ കൂടെ വെച്ച് ചുട്ടെടുക്കണം. തക്കാളിയും പച്ചമുളകും അതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ വഴുതനങ്ങയും തക്കാളി പച്ചമുളകും ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വഴുതനങ്ങയുടെ തൊലിയെല്ലാം നമുക്ക് ദാണ്ട് ഇതുപോലെ ഇളക്കി മാറ്റണം. മുഴുവനും ഇളക്കി വൃത്തിയായിട്ട് മാറ്റിയെടുക്കണം. അതുപോലെ തക്കാളിക്കയുടെ ഈ തൊലിയെല്ലാം നമ്മൾ ഇളക്കി മാറ്റിയെടുക്കണം. ഞാൻ അതിൻ്റെ തൊലിയെല്ലാം ഇളക്കി നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് ഉടച്ചെടുക്കണം. നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. വെളുത്തുള്ളി ചുട്ടതിൻ്റെയും വഴുതനങ്ങ ചുട്ടതിൻ്റെയും തക്കാളി ചുട്ടതിൻ്റെയും പച്ചമുളകിൻ്റെയും എല്ലാം കൂടെ ഒരു മിക്സ് ചെയ്ത ഒരു മണം, കൊതിപ്പിക്കുന്ന ഒരു മണം വരുന്നുണ്ട്. ആ പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ചുട്ടത്, വഴുതനങ്ങ ചുട്ടത്, തക്കാളിക്ക ചുട്ടത് ഇതെല്ലാം കൂടി നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, വളരെ ടേസ്റ്റുള്ളതുമാണ്. നമുക്ക് ഇതുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ മറ്റ് ഒരു കറിയുടെയും ആവശ്യമില്ല, അത്രയ്ക്ക് രുചിയുള്ളതാണിത്. ഒരുപാട് എരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കല്ലേ. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ വേണമെന്ന് നോക്കാം. നമ്മൾ ചുട്ടെടുത്ത വഴുതനങ്ങ, തക്കാളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചുട്ടെടുത്ത് ഉടച്ചെടുത്തത്, അത് പിന്നെ ഒരു സവാള അരിഞ്ഞത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചാറ്റ് മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കായം, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/2 കപ്പ് മല്ലിയില. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടപ്പേ വെച്ച് അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന കായം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാല ഒന്ന് വേവാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് വരെ ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കത് തുറന്ന് നോക്കാം. ഇപ്പോൾ അത് ആ മസാലയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ഉള്ളിയുടെ വെള്ളവും എണ്ണയും ആ മസാലയെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. നമ്മളത് ചെറിയ തീയിൽ വെച്ചാണ് വേവിച്ചത്. പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. വഴുതനങ്ങ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. ചപ്പാത്തി, ചോറ്, പൂരി ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ ഏറ്റവും സ്വാദുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഉടച്ചു വെച്ചിരുന്ന ആ വഴുതനങ്ങയുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ നല്ലതാണ്. ഇതിനകത്ത് പഞ്ചസാരയുടെ അംശം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് ഡയബറ്റീസുകാർക്കും ഇത് കഴിക്കാൻ വളരെ നല്ലതാണ്. BP കുറയുവാൻ ഇത് ഉപകരിക്കുന്നതാണ്. അങ്ങനെ ഉള്ള ഒരു നല്ല പച്ചക്കറിയാണ് വഴുതനങ്ങ. വഴുതനങ്ങയുടെ മിക്സ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മല്ലിയിലയും കൂടി അതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി ഇനിയിപ്പോൾ ഇത് കൂടുതൽ വേവാനൊന്നുമില്ല. നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. നമുക്കത് ചെറിയ തീയിൽ വെച്ച് എണ്ണ തെളിയുന്നത് വരെ ചെറിയ തീയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ ബെങ്ങൻ ബർത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതുമാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.